ഹായ്, ധ്യാനം എന്നതിനർത്ഥം എന്താണ്? അല്ലെങ്കിൽ ധ്യാനം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ആളുകൾ എന്തിനാണ് ധ്യാനിക്കുന്നത്? അല്ലെങ്കിൽ ആളുകൾ പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ധ്യാനം എന്താണ്? അതിനെ എങ്ങനെ നിർവചിക്കാൻ കഴിയും? അല്ലെങ്കിൽ എന്താണ് അർത്ഥമാക്കുന്നത്? അത് പരിശീലിക്കുന്നത് മൂല്യവത്താണോ? അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയെന്നുള്ളത്. അഥവാ ഉത്തരം ആവശ്യമായ ന്യായമായ ചോദ്യങ്ങളാണെങ്കിലും ധ്യാനത്തിൻ്റെ നിർവചനത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. അഥവാ ഒരു പ്രത്യേക പദത്തെക്കുറിച്ച് ഒരു പ്രത്യേക അറിവുണ്ടായിരിക്കുന്നത് നമ്മളെ അത് പരിശീലിപ്പിക്കാൻ കൂടുതൽ മൂല്യവത്തായി സഹായിക്കും എന്നതാണ്. അഥവാ ധ്യാനം എന്താണെന്നതും അതിൻ്റെ അർത്ഥം എന്ന നിർവചനവും എന്താണെന്ന് പറയാം. അഥവാ ധ്യാനം, മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മനസ്സിൻ്റെ നിരന്തരമായ പ്രവർത്തനത്തെ ശാന്തമാക്കുന്നതിനും ആന്തരിക സമാധാനം അനുഭവിക്കുന്നതിനുമുള്ള ഒരു സാങ്കേതികമായ ഒരു കാര്യമാണ്. അഥവാ മനസ്സിനെ നിരന്തരം അലട്ടുന്ന ചിന്തകളിൽ നിന്നും വേവലാതികളിൽ നിന്നും മോചിപ്പിക്കുന്നതിനും മനസ്സിനെ സംസാരം ശാന്തമാക്കുന്നതിനുമുള്ള ഒരു സാങ്കേതികത കൂടിയാണിത്. അഥവാ ശരീരത്തിന് വിശ്രമം നൽകുന്നതിനും സമ്മർദ്ദവും അല്ലെങ്കിൽ ഉത്കണ്ഠയും കുറയ്ക്കുന്നതിനുമുള്ള ഒരു രീതിയുമാണിത്. അഥവാ നമ്മുടെ ഉള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് ഉയർന്ന അവബോധം അനുഭവിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു മാർഗമാണിത്. അഥവാ മനസ്സിനെ മൂർച്ച കൂട്ടാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമുള്ള ഒരു മാർഗവുമാണിത്. അഥവാ ധ്യാനം എന്നാൽ ചിന്തിക്കുക, ധ്യാനിക്കുക എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. അതൊരു ആത്മീയ ഉണർവിലേക്കും അല്ലെങ്കിൽ അതൊരു ശരിയായ പാതയിലേക്കുമുള്ള ഒരു വഴിയാണ് എന്നതാണ്. ധ്യാനം എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്ന വിവിധ സ്രോതസ്സുകളിൽ നമുക്കറിയാൻ കഴിയും. അഥവാ ധ്യാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ മെഡിറ്റേഷനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നന്നായി നിങ്ങൾ അറിയുകയും ചെയ്യുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച്